ഹലോ. നമ്മൾ അധ്വാനിച്ച് കുറച്ച് പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു, കിട്ടിയ പണം എന്ത് ചെയ്യണം? അത് സ്ഥിര നിക്ഷേപത്തിൽ ഇട്ടാൽ നല്ലൊരു പലിശ കിട്ടും. അത് നല്ല നേട്ടമല്ലേ? അതോ അത് നേട്ടമാണോ, അത് യഥാർത്ഥത്തിൽ അത് നഷ്ടമാണോ? ഈ കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ കഷ്ടപ്പെട്ടാണ് വളരെ കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കുന്നത്. ആ പണത്തിൽ നിന്നൊരു വർധനവ് നമുക്ക് എങ്ങനെ കിട്ടാം? അതോ നമ്മൾ ആ അറിവില്ലെങ്കിൽ ആ പണം തന്നെ വില കുറഞ്ഞു പോയി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു 10 രൂപ പിന്നീട് അത് 2 കൊല്ലം കഴിയുമ്പോൾ 8 രൂപയും 6 രൂപയുമായി കുറഞ്ഞു പോയെങ്കിൽ എന്തൊരു ഗതികേടാണ്. അതേസമയം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് 20, 30, 40 വളർന്നു വന്നാൽ അതൊരു നേട്ടമാണ്. എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നേട്ടമാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലം വരെയും ആളുകൾക്കൊന്നും സാധാരണ ആൾക്കാർക്ക് ആർക്കും ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. പണം കിട്ടിയാൽ അവർ പെട്ടി വെച്ച് പൂട്ടും. അതുകൊണ്ടാണ് കള്ളന്മാർ വന്ന് പെട്ടി തുറക്കുന്നതോ മോഷ്ടിക്കുന്നതൊക്കെ. അതിനെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മളുടെ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നത് തീർച്ചയായും പണ്ടത്തെ അവസ്ഥയേക്കാൾ ഭേദമാണ്. എന്തെങ്കിലും കിട്ടും, ഒന്നും കിട്ടാത്തതിൽ ഭേദമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപ നിങ്ങൾ കൊണ്ടുവന്നിരിക്കട്ടെ. ആ 1 കോടി രൂപ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന 7.5% പലിശ നിരക്കിൽ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ പലിശ കിട്ടും. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ, ഫിക്സഡ് ഇട്ടാൽ, ഒരു മാസം നിങ്ങൾക്ക് 62,500 രൂപ പലിശ കിട്ടും. അത് വലിയൊരു തുകയാണല്ലോ. ശരിയാണ്, ഒന്നും കിട്ടാത്തതിൽ ഭേദമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പലരും പറയാറുണ്ട്, മുതലില്ലാത്തവന് പലിശ നഷ്ടമാണ്. കാരണം 1 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ മാസം 62,500 രൂപ വെച്ച് വെറുതെ കിട്ടിയാലോ. അപ്പം മുതലില്ലാത്തതുകൊണ്ട് എനിക്കത് കിട്ടാതിരിക്കുന്നു എന്നോർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നേട്ടമാണോ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 1 കോടി രൂപയോ 1 ലക്ഷം രൂപയോ ആകട്ടെ, അത് പലിശയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 7.5% കിട്ടിയാൽ നമുക്ക് 1 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ, നമുക്ക് 1 വർഷം കഴിയുമ്പോൾ 1,07,500 രൂപ കിട്ടും. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. ഗവൺമെൻറ്റുകൾക്ക് നോട്ട് കൂടുതൽ പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ വില കുറഞ്ഞു പോകും. അപ്പോൾ ഗവൺമെൻറ്റുകൾ അതിനെയാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, വിലക്കയറ്റം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1 കൊല്ലം കഴിയുമ്പോൾ ചെല്ലുമ്പോഴാണ് അത് 120 രൂപ, അല്ലെ 130 രൂപ, 115 രൂപ ഒക്കെ കൊടുക്കണമെന്നറിയുന്നത്. അപ്പം നമ്മൾ ഈ 7.5% പലിശ ലാഭമാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ച് 7,500 രൂപ 1 ലക്ഷത്തിന് കിട്ടിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുമ്പോൾ, അടുത്ത കൊല്ലം ഈ 1,07,500 രൂപയായിട്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇക്കൊല്ലം 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനം അടുത്ത കൊല്ലം ചെല്ലുമ്പോൾ 1,20,000 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ 1,07,500 രൂപ പലിശ സഹിതമുള്ള തുക കൊടുത്താലും തികയലെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്ന പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ട് പലിശ കൊണ്ട് അതിനെ പരിഹരിക്കാൻ പോലും കഴിയില്ലെന്ന്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു, പ്രത്യേകിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു കണക്ക് നോക്കാം. അമേരിക്കൻ ഡോളറുമായിട്ട് നോക്കുമ്പോൾ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കറൻസിയായ അമേരിക്കൻ ഡോളറുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് വന്ന മൂല്യച്യുതി എന്തുമാത്രം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തുമാത്രം ഉണ്ടായെന്ന് നോക്കാം. ഇപ്പോൾ US ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തുമാത്രം ഇടിഞ്ഞു എന്ന് നമ്മൾ നോക്കുകയാണ്. US ഡോളറും ഇൻഫ്ലേഷന് ബാധകമാണ്. US ഡോളറിലും മൂല്യക്കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ 1947 3 രൂപ 30 പൈസ കൊടുത്താൽ $1 കിട്ടുമായിരുന്നു.
അഥവാ ഒരു $1 വില സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 3 രൂപ 30 പൈസ മാത്രമായിരുന്നു. അപ്പോൾ $ഉം ഇന്ത്യൻ റുപ്പിയുമായിട്ടുള്ള വ്യത്യാസം ഇങ്ങനെയായി, 3 രൂപ 30 പൈസയുടെ വ്യത്യാസം. അപ്പോൾ $, മൂല്യം കുറയുന്നു, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം വർഷങ്ങൾ കഴിയുമ്പോൾ കുറയുവാണെങ്കിൽ ആ വ്യത്യാസം അതുപോലെ തന്നെ നിൽക്കേണ്ടതല്ലേ? പക്ഷേ അതല്ല സംഭവിച്ചത്. $യുടെ മൂല്യം അല്പം കുറഞ്ഞപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം വളരെയധികം കുറഞ്ഞ് വലിയ അന്തരം ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. 1947 3 രൂപ 30 പൈസയ്ക്ക് ഒരു $, കിട്ടുമായിരുന്നു. ഒന്ന് ഓർക്കണം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1914 മറ്റുമൊക്കെ ബ്രിട്ടീഷ് കറൻസി ആയ ഇന്ത്യൻ റുപ്പിക്ക് അത് വളരെ കൂടുതൽ മൂല്യമുണ്ടായിരുന്നു. വെറും 9 പൈസയ്ക്കും 10 പൈസയ്ക്കും ഒരു $, കിട്ടുമായിരുന്നു 1914 മറ്റും. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തെ വിലയാണ് 3.30. 1975 ആയപ്പോൾ ഇത് 8 രൂപ 39 പൈസയ്ക്ക് മാത്രം ഒരു $, കിട്ടുമെന്നായി. അപ്പോൾ ഓർക്കണം, 47 മുതൽ 1975 വരെയുള്ള 28 കൊല്ലം കഴിഞ്ഞപ്പോഴും പകുതിയുടെ കുറവേ വന്നുള്ളൂ. 3.30 ആയിരുന്നത് ഈ 28 കൊല്ലത്തിന് ശേഷവും 8.39 ആയതേ ഉള്ളൂ. 75 പോലും 8 രൂപ 39 പൈസയ്ക്ക് ഒരു $, കിട്ടുമായിരുന്നു. എന്നാൽ 1990 ആയപ്പോൾ അത് 17 രൂപയായി മാറി. 90-ൽ 8 രൂപ 39 പൈസ, 75-ൽ 90-ൽ അത് 17 രൂപ. അപ്പോഴും വലിയ കുറവ് വന്നിട്ടില്ല, കുറച്ച് കുറവ് വന്നു എന്നേ ഉള്ളൂ. എന്നാൽ 90 കഴിഞ്ഞ് 2000 ആയപ്പോൾ വെറും 10 വർഷം കൊണ്ട് 17 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്ന $, 2000 ആയപ്പോൾ 43 രൂപ 50 പൈസ കൊടുക്കേണ്ടി വന്നു. എന്തുമാത്രം ഈ 10 വർഷം കൊണ്ട് വന്ന വിലയിടിവ്, രൂപയുടെ മൂല്യത്തകർച്ച വളരെ വലുതായിരുന്നു. 2000-ൽ 43.50, 2005-ൽ 43.47 വന്നു. അപ്പോൾ 2000 മുതൽ 2005 വരെയും മൂല്യത്തകർച്ച ഉണ്ടായില്ല. എന്നാൽ 2011 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് അത് 44 രൂപ 17 പൈസയിലേക്ക് വന്നു. 2013 ആയപ്പോൾ അത് 62 രൂപ 92 പൈസ കൊടുക്കണം ഒരു $. 2013-ലാണ് 62 രൂപ. എന്നാൽ 2019 സെപ്റ്റംബർ മാസം ഞാൻ അമേരിക്കയിൽ പോകാനായിട്ട് $, എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അന്ന് ഞാൻ കൊടുത്തത് 71 രൂപ 72 രൂപയോ മറ്റുമാണ് വില. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് ചാർജസ് ഒക്കെ ഉൾപ്പെടെ 71 രൂപയോ മറ്റുമാണ് വില. അത് 2 രൂപയുടെ കൂടുതൽ കൊടുത്ത് 73 രൂപയ്ക്കാണ് ബാങ്കിൽ നിന്ന് എനിക്ക് $, കിട്ടിയത്. അപ്പോൾ 4 വർഷം മുമ്പ് പോലും 72 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ 2023-ൽ ഇപ്പോൾ അതിൻ്റെ വില 83 രൂപ 94 പൈസയാണ്. 83.94 അഥവാ 84 രൂപയായി മാറി. നോക്കുക, 1947 3 രൂപ 30 പൈസ കൊടുത്താൽ ഒരു $, കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് 83 രൂപ 94 പൈസ കൊടുക്കണം ഇന്ത്യൻ റുപ്യ. എന്ന് പറയുക $ൻ്റെ മൂല്യത്തെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ റുപ്യ അതിനേക്കാൾ എത്രയോ അധികം മൂല്യം കുറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ പണം അതിൻ്റെ മൂല്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്? അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന FDയുടെ ഇൻട്രസ്റ്റ് പോലും വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ മൂല്യത്തകർച്ചയെ അതിജീവിക്കുവാൻ അതുപോലും പര്യാപ്തമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് ബുദ്ധിപരമായി ചെയ്യേണ്ടത്? നമുക്കൊരു ജോലി ചെയ്തോ ഏതെങ്കിലും രീതിയിൽ ഏൺ ചെയ്ത പണത്തെ വർദ്ധിപ്പിക്കുവാൻ, അതിനെ പിരിക്കുവാൻ തക്ക ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ FDക്കാണെങ്കിൽ ഉള്ള ഒരു സുരക്ഷിതത്വം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുതൽ നഷ്ടപ്പെടുകയില്ല, പലിശയിൽ കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ റിസ്ക് ഇല്ല എന്ന് പറയും. പക്ഷേ അതേസമയം ശരിയാണ്, മുതൽ പോവുകയില്ല, മുതലിലും കുറഞ്ഞു പോവുകയില്ല. പക്ഷേ ഒരു റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ ഈ ഇൻഫ്ലേഷനെ അതിജീവിക്കാൻ നമ്മുടെ മൂല്യം കുറയുന്നതിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുവാൻ നമ്മൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ 1,07,500 രൂപ കിട്ടും. പക്ഷേ അതേ സാധനം കൊണ്ട് 1,00,000 കൊണ്ട് വാങ്ങേണ്ട സാധനം ഒരു വർഷം കഴിയുമ്പോൾ ചെല്ലുമ്പോൾ 1,10,000 20,000 രൂപ കൊടുക്കണം. അപ്പോൾ ആ വ്യത്യാസം പലിശ കഴിഞ്ഞിട്ടും നമുക്ക് വരുന്ന ആ നഷ്ടം അത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നത്. അപ്പോൾ പിന്നെ എന്താണ് മെച്ചമായ ഇൻവെസ്റ്റ്മെൻറ്റ്? പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേരളത്തിൽ ലാൻഡിന് വില കൂടിക്കൊണ്ടായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി ലാൻഡിൻ്റെ വില ഭൂരിഭാഗം സ്ഥലങ്ങളിലും കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വളരുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാ കമ്പനികളിലും അല്ല. കമ്പനികളെന്ന് പറയുന്ന ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. തട്ടിപ്പ് കമ്പനികളുണ്ട്, പൊട്ടുന്ന കമ്പനികളുണ്ട്. അങ്ങനെയുള്ളതിലൊക്കെ നാം സാധനം മേടിച്ചാൽ നമ്മുടെ ഉള്ള മുതലൂടെ പോകും. എന്നാൽ അതേക്കുറിച്ച് ശരിയായി പഠിച്ച് വളരുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കമ്പനികളുടെ ഓഹരി എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്പനികളുടെ ഉടമസ്ഥത ഒരംശം നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ കമ്പനികളുടെ ഉടമസ്ഥത ഒരംശം വാങ്ങുമ്പോൾ ആ കമ്പനികളുടെ മൂല്യം ലാഭം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ഉടമസ്ഥതയുടെ അഥവാ ഈ ഷെയറിൻ്റെ മൂല്യവും വർദ്ധിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കൺമുമ്പിൽ പല ഉദാഹരണങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം, ഞാൻ 2.5 വർഷം മുമ്പ് വാങ്ങുകയും പിന്നീട് വിൽക്കുകയും ചെയ്ത ഒരു ബാങ്കിങ് സ്റ്റോക്കുണ്ട്. അന്ന് ഞാൻ ഒരു സ്റ്റോക്കിൻ്റെ വില 140 രൂപ റേഞ്ചിലാണ് വാങ്ങിയിരുന്നതായ. ആ 140 രൂപ 2.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ സ്റ്റോക്ക് ഇന്ന് 2.5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 520 രൂപയായി. എന്ന് പറഞ്ഞാൽ 2.5 വർഷം കൊണ്ട് 140 നിന്ന് 520 വർദ്ധിച്ചു. എത്ര ഇരട്ടിയായി വർദ്ധിച്ചു! 2.5 വർഷം കൊണ്ട് 2.5 ഇരട്ടി വർദ്ധിച്ചു. 100 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 350 രൂപയായതുപോലെ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആ സ്ഥാനത്ത് അങ്ങനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, അന്ന് നിങ്ങൾ 1,00,000 രൂപ 2.5 വർഷം മുമ്പ് അങ്ങനെ ബുദ്ധിപൂർവ്വം അതിനകത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് 3.5 ലക്ഷം രൂപയായേനെ. അപ്പോൾ എല്ലാം കമ്പനികളും പക്ഷേ ആ റിസ്ക് ചിലപ്പോൾ അതിൻ്റെ വില കുറഞ്ഞു പോയേക്കാം. ആ കുറയാനുള്ള റിസ്ക്കും നിങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ നേട്ടം കഴിയാനൊക്കെ ഉള്ളൂ. അല്ലാതെ റിസ്ക് ഇല്ലാതെ നേട്ടം എടുക്കാനൊക്കെ ഇല്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ശരിയായ പഠനം ഈ മേഖലയിൽ ആവശ്യമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം, ആ പണം നമുക്ക് വേണ്ടി പിന്നീട് ലാഭം കൊയ്യുന്ന രീതിയിലേക്ക് ശരിയായി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പഠിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ പിന്നെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരികയില്ല. ചെറുപ്പം മുതലേ ഈ ശീലം തുടങ്ങുന്നവർ, വാറൻ ബഫറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു തലവൻ, അദ്ദേഹം ഇപ്പോൾ 93-ാം വയസ്സിലും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ്. അദ്ദേഹമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു ജോലി ചെയ്ത് 10 രൂപ കിട്ടിയാൽ ആ 10 രൂപ പിന്നീട് വർദ്ധിപ്പിക്കാനുള്ള ഒരറിവ് അവർ നേടിയിരിക്കണം. അപ്പോൾ അത് നിങ്ങളും ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസ്ക് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് പഠിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണത്. ഇക്കാര്യത്തെക്കുറിച്ചൊരു സൂചന മാത്രം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്.
തുടർന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി താല്പര്യമുള്ളവർ അത് റിപ്പോർട്ടായി കമൻസിൽ അറിയിച്ചാൽ ഒരുപക്ഷെ ഇതിനകത്ത് തുടർന്നും ഈ മേഖലയിൽ വീഡിയോകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഗുഡ് ബൈ.